ഫിലിമി പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മലയാളത്തിൻ്റെ പ്രിയ സംവിധായകൻ, ഹിന്ദിക്കാരെ ഞെട്ടിച്ച സംവിധായകൻ പ്രിയദർശൻ്റെ 100ാമത്തെ സിനിമ. അപ്പോൾ 100 ഇല്ല, 100 പക്ഷെ 100ാമത്തെ സിനിമയിലെ നായകൻ മോഹൻലാൽ ആയിരിക്കണമെന്ന് പ്രിയദർശൻ നിർബന്ധമുണ്ട്. പ്രിയന് മാത്രമല്ല, മോഹൻലാലിനും ആഗ്രഹമുണ്ടെന്ന് ആലോചിക്കണം. കാരണം പ്രിയൻ സംവിധാനം ചെയ്ത ആദ്യത്തെ സിനിമ പൂച്ചയ്ക്കൊരു മൂക്കുത്തിയിലെ നായകനായിരുന്നു മോഹൻലാൽ. വെറും സിനിമാ നടനും സംവിധാനം തമ്മിലുള്ള ബന്ധമല്ല ഇരുവരും തമ്മിലുള്ളത്. ഒരേ സ്ഥലത്ത് താമസിക്കുന്നവർ, അടുത്ത സുഹൃത്തുക്കൾ, സിനിമയ്ക്ക് വേണ്ടി കഷ്ടപ്പെട്ടവർ, എല്ലാവരുമായിരുന്നു ആലോചിക്കണം. അങ്ങനെ ആദ്യത്തെ സിനിമയിൽ അഭിനയിച്ചെങ്കിലും പ്രിയൻ സംവിധാനം ചെയ്ത 96 സിനിമ ആയി ഇപ്പോൾ എന്നാണ് പറയുന്നത്. അതിൽ കുറേ 10-20 സിനിമകൾ ഹിന്ദി സിനിമയിൽ പോയിട്ടുള്ളതാണത്. അപ്പോൾ അതിൽ 50-ൽ താഴെ സിനിമകളിൽ മോഹൻലാലിനെ നായകനാക്കിയുള്ള സിനിമയായിരുന്നു. 1-2 സിനിമ മാത്രമാണ് മമ്മൂട്ടിയെ വെച്ച് ചെയ്തിട്ടുള്ളതെന്ന് ആലോചിക്കണം. അങ്ങനെ ആക്ഷേപങ്ങൾ എന്തുകൊണ്ട് മമ്മൂട്ടിക്ക് അധികം കൊടുക്കുന്നില്ല, ഇങ്ങനെയുള്ള ചർച്ചകൾ ഒക്കെ ഉണ്ടായിരുന്നു. മോഹൻലാലിന് അറിഞ്ഞുകൊണ്ട് തൻ്റെ കഴിവുകളെ അംഗീകരിക്കാൻ, തൻ്റെ മനസ്സിലുള്ള എന്തെന്നറിയാൻ മോഹൻലാലിന് കഴിയും എന്ന് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് പ്രിയദർശൻ മോഹൻലാലിനെ തൻ്റെ സിനിമയിലെ നായകനാക്കിയത്. അത് ഓരോ സിനിമ എടുത്ത് നോക്കുക, മോഹൻലാൽ ചെയ്ത സിനിമകളിൽ ആ റോളുകളൊന്നും തന്നെ മമ്മൂട്ടിക്ക് ചെയ്യാൻ പറ്റുമായിരുന്നില്ല. അത് മമ്മൂട്ടി മോശം നടനായതുകൊണ്ടല്ല, മോഹൻലാലിന് വേണ്ടി ഉണ്ടാക്കിയ സിനിമകളായിരുന്നു പ്രിയനെന്ന് ചെയ്തെന്ന് ആലോചിക്കണം. അപ്പോൾ ഇപ്പോഴത്തെ മാറിയ സാഹചര്യത്തിൽ 100ാമത്തെ സിനിമ മോഹൻലാലിനെ ആയിരിക്കണം എന്ന് തീരുമാനിക്കാൻ കാരണം പ്രത്യേകതയുണ്ട്. ആ സിനിമ വെറും നായക നടൻ മാത്രമല്ല, ആ സിനിമയിലൂടെ മോഹൻലാലിന് ഒരു ദേശീയ അവാർഡ് കൂടി ലഭിക്കണം. കാരണം തൻ്റെ സിനിമയിലൂടെ ലഭിക്കുമായിരുന്ന ഒരു നാഷണൽ അവാർഡ് മോഹൻലാലിന് കിട്ടാതെ പോയത് വേറെ തട്ടിക്കൊണ്ടു പോയതല്ല. മോഹൻലാലിന് വേണ്ടി എഴുതിയുണ്ടാക്കിയൊരു കഥയാണ്, ഒരു തിരക്കഥയാണ് നാഷണൽ അവാർഡ് നേടിയ കാഞ്ചീപുരം എന്നാലോചിക്കണം. മലയാളത്തൊന്നും എടുത്തൊന്നുമല്ല, തമിഴിലെടുത്തതാണ്. തമിഴിലെടുത്ത് ആ വർഷത്തെ ഏറ്റവും നല്ല ദേശീയ അവാർഡ് നേടിയ സിനിമയാണ് കാഞ്ചീപുരം എന്നാലോചിക്കണം. അതുമാത്രമല്ല, അതിൽ അഭിനയിക്കേണ്ടിയിരുന്നത് മോഹൻലാലായിരുന്നു. മോഹൻലാലിന് വേണ്ടി എഴുതിയ തിരക്കഥ, മോഹൻലാലിൻ്റെ ഡേറ്റിൻ്റെ പ്രശ്നത്തിന് വേണ്ടി മാത്രം മോഹൻലാൽ അഭിനയിക്കാമെന്ന് പറഞ്ഞിരുന്നു. ആ സമയത്ത് തന്നെയാണ് പ്രിയൻ ചാർട്ട് ചെയ്ത ആ സിനിമയുടെ സമയത്ത് തന്നെയാണ് മറ്റൊരു വലിയ സിനിമയുടെ ഡേറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ആ ഡേറ്റ് കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഒന്ന് മാറ്റിവെച്ചാൽ അഭിനയിക്കാമെന്ന് മോഹൻലാൽ പറഞ്ഞെങ്കിലും പ്രിയന് പറ്റുമായിരുന്നില്ല. കാരണം പ്രിയൻ്റെ നിറം മറ്റുള്ളവരെല്ലാം ആ ഡേറ്റ് മാറ്റാൻ സമ്മതിച്ചില്ല. പകരം ആര് എന്ന് ചോദിച്ചു, പലരെയും അന്വേഷിച്ചു. പക്ഷെ അപ്പോഴൊന്നും പ്രകാശ് രാജുമായി പ്രിയദർശൻ യാതൊരു അടുപ്പവും ഉണ്ടായിരുന്നില്ല. പ്രകാശ് രാജിനെ കുറിച്ച് പറഞ്ഞു കേട്ടു, പ്രകാശ് രാജിനെ കാണാൻ പോയി, പ്രകാശ് രാജിനോട് സംസാരിച്ചു, ഈ കഥ പറഞ്ഞു, കഥാപാത്രത്തെക്കുറിച്ച് പറഞ്ഞു. പ്രകാശ് രാജ് ചാടി വീണു. അന്ന് 10 സിനിമ, അതായത് തിരക്കുള്ളൊരു നടനായിരുന്നു പ്രകാശ് രാജ് എന്നറിയിക്കണം. ആ 10 സിനിമ ഡേറ്റ് മാറ്റി വെച്ചുകൊണ്ട് പ്രിയദർശൻ പറഞ്ഞ സമയത്ത് ഡേറ്റ് കൊടുത്തുകൊണ്ട് ഈ സിനിമയിൽ അഭിനയിച്ചു എന്ന് ആലോചിക്കണം. ആ സിനിമയിലെ കാഞ്ചീപുരത്തിലെ അഭിനയത്തിന് ഏറ്റവും നല്ല നടനുള്ള ദേശീയ അവാർഡ് ലഭിക്കുകയും ചെയ്തു എന്നാലോചിക്കണം. അങ്ങനെ അവാർഡ് ലഭിച്ചപ്പോൾ താൻ അഭിനയിച്ചിരുന്നെങ്കിൽ അത് തനിക്ക് കിട്ടേണ്ടതായിരുന്നില്ലേ എന്ന് മോഹൻലാൽ വിചാരിച്ചു, ആ പ്രിയനും വിചാരിച്ചു. അതൊരു മാറ്റത്തിന് വേണ്ടിയായിരുന്നു ആലോചിക്കണം. അപ്പോൾ പ്രിയൻ ഇപ്പോഴേ തന്നെ മോഹൻലാലിൻ്റെ 100ാമത്തെ സിനിമയുടെ കഥയും തിരക്കഥയും ഒക്കെ രൂപപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. കാരണം ആ കഥാപാത്രം ഇതുവരെ പ്രിയൻ്റെ സിനിമകൾ ഇല്ലാതിരുന്ന, ഒരുപക്ഷെ മോഹൻലാൽ ചെയ്യാത്ത ഒരു കഥാപാത്രമായിരിക്കും. അങ്ങനെ തൻ്റെ 100ാമത്തെ സിനിമയിലെ നായകൻ മോഹൻലാലും ആ 100ാമത്തെ സിനിമയിലൂടെ മോഹൻലാലിന് ഒരിക്കൽ കൂടി ദേശീയ അവാർഡ് നേടിക്കൊടുക്കും എന്നുള്ള വിശ്വാസത്തിലിരിക്കുകയാണ്. അപ്പം ചോദിക്കും നിങ്ങൾ, 96 സിനിമയായ പ്രിയദർശൻ ഇങ്ങനെ 100ാമത്തെ സിനിമ എടുക്കുന്നു എന്നുള്ളത്. അവിടെയാണ് ഒരു രസകരമായ സംഭവം. പ്രിയൻ മോഹൻലാൽ തിരക്കുള്ള നടനാണ്, പല രീതിയിലും നടനായിട്ടും നിർമ്മാതാവായിട്ടും സംവിധായകനായിട്ടും ബിസിനസ് രംഗങ്ങളിലൊക്കെ തിരക്കുള്ള നടനാണത്. പ്രിയൻ ചാർട്ട് ചെയ്യുന്ന സമയത്ത് മോഹൻലാലിന് ഡേറ്റ് കിട്ടണമെന്നില്ല. അപ്പോൾ പ്രിയനെല്ലാം തയ്യാറാക്കിയിരിക്കുക. മോഹൻലാൽ എപ്പോൾ ഓക്കെ പറയുന്നു
അപ്പോൾ 100ാമത്തെ സിനിമ എടുത്തു വയ്ക്കും. 100ാമത്തെ സിനിമ എടുത്തു വെച്ചാൽ അതൊരു പക്ഷേ നമ്പർ അനുസരിച്ച് 97ാമത്തെ സിനിമയായിരിക്കാം. അതിന് ട്വിസ്റ്റ് വരുന്ന ആ എടുക്കുന്ന സിനിമ 100 എന്ന നമ്പറിലേക്ക് മാറ്റി വയ്ക്കുന്നു. ബാക്കി 97, 98, 99 സിനിമകൾ എടുത്ത് റിലീസ് ചെയ്യുക. അങ്ങനെ ചെയ്താലും ഈ മോഹൻലാലിൻ്റെ ഈ 100ാമത്തെ സിനിമ മോഹൻലാൽ ഇപ്പോൾ നാളെ ഓക്കെ പറയാണ്, അല്ലെങ്കിൽ 2 മാസം കഴിഞ്ഞ് ഓക്കെ പറയാണ്, അപ്പോൾ ഈ സിനിമ ഷൂട്ടിംഗ് തുടങ്ങി വെക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകത. കേൾക്കുമ്പോൾ തമാശ തോന്നി ചിരിക്കാൻ തോന്നുമല്ല. ഇങ്ങനെ അതായത് 96 നിന്ന് ഒറ്റ ജമ്പാണ് 100ലേക്ക് എന്ന് നിങ്ങൾ പറയുമായിരിക്കാം. അത് അവരുടെ ബിസിനസ്സാണ്, സ്നേഹബന്ധമാണ്, താല്പര്യമാണ്, പ്രത്യേകതകളാണ്. അപ്പം എന്തായാലും ഇനി മോഹൻലാൽ സമ്മതിക്കണം. പ്രിയദർശൻ്റെ 100ാമത്തെ സിനിമയിലെ നായകൻ പ്രിയദർശൻ മോഹൻലാൽ തന്നെയാണ്. പ്രിയദർശനും അവർ ഒരുമിച്ചിരിക്കണം. അപ്പോൾ ഈ തിരക്കിൻ്റെ ഇടയിൽ വീണ് കെട്ടുന്ന ഡേറ്റുകളുണ്ട്, അങ്ങനെ കുറേ മാറാം. ഇപ്പോൾ നമ്മൾ ഡേറ്റ് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ആ തിരക്കഥയുടെ പ്രശ്നം ഉണ്ടായിരിക്കാം, പണത്തിൻ്റെ പ്രശ്നം ഉണ്ടായിരിക്കാം. അങ്ങനെ മാറുമ്പോൾ പകരം ആ ഡേറ്റിൽ ചെയ്യാവുന്ന തിരക്കഥകളൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ എത്രയോ പേര് മമ്മൂട്ടി ആയാലും മോഹൻലാലും ഒക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ കുറച്ച് ഗ്യാപ്പ് കിട്ടുമ്പോൾ പ്രിയദർശൻ്റെ 100ാമത്തെ സിനിമ ചെയ്യും എന്ന രീതിയിലാണ് ഇവരിപ്പോൾ പോകുന്നത്. ഏത് തരത്തിലുള്ള സിനിമ? കാരണം ഒരു അവാർഡ് കൂടി കിട്ടണമെങ്കിൽ ഇപ്പോൾ കാഞ്ചീവരത്തിൻ്റെ കാര്യം പറഞ്ഞാൽ കാഞ്ചീവരം ഒരു നല്ല സിനിമയാണ്. നല്ല സിനിമ എന്ന് വെച്ചാൽ കഥയുടെ ബേസിന് അതിൻ്റെ ഒരു പ്രസൻറ്റേഷൻ സ്റ്റൈൽ തന്നെ വ്യത്യാസമാണെന്ന് ആലോചിക്കണം. പക്ഷെ അത് കാലഘട്ടത്തിൻ്റെ ഒരു സിനിമ തന്നെയാണ്. അങ്ങനെ ഒരു സിനിമ പ്രിയദർശൻ എടുത്തു എന്നുള്ളതാണ് ഞങ്ങളെയൊക്കെ അമ്പരപ്പിച്ചത്. കാരണം പൂച്ചയ്ക്കൊരു മൂക്കുത്തിയിൽ തുടങ്ങിയ പ്രിയദർശൻ്റെ വളർച്ച വളരെ വ്യത്യാസമായിരുന്നു. അന്ന് പലരും പരിഹസിച്ചു, ഈ തല്ലിപ്പൊളി കോമഡി പടം എടുക്കാനല്ലാതെ എന്തറിയാം, തട്ടിക്കൂട്ട് സിനിമകൾ, പല സിനിമകൾ മോഷ്ടിച്ച സീനുകൾ, ഇതെല്ലാം വെച്ചിട്ടല്ലേ ചിരിപ്പിക്കുന്നു, ഹിറ്റാക്കുന്നു പറഞ്ഞു. അതിന് മാത്രമല്ല, ഇവിടെ അടൂർ ഗോപാലകൃഷ്ണനെ പോലെ, അരവിന്ദനെ പോലെ, ഷാജിയാൻകരനെ പോലെ ഒക്കെ ഏതെങ്കിലും ഒരു സിനിമ എടുക്കാൻ പറ്റുമോ എന്ന് വെല്ലുവിളിച്ചു എന്നാലോചിക്കണം. ആ വെല്ലുവിളിയാണ് കാഞ്ചീവരം എന്നാലോചിക്കണം. ആ വെല്ലുവിളി കൊണ്ടാണ് കാഞ്ചീവരം അവാർഡ് നേടിയ അവസരത്തിൽ അടൂർ ഗോപാലകൃഷ്ണൻ അടക്കമുള്ളവരുടെ സിനിമകൾ ഉണ്ടായിരുന്നു ആലോചിക്കണം. അവിടെ അന്ന് പ്രിയദർശൻ പ്രഖ്യാപിച്ചത് ഇങ്ങനെയാണ്: എനിക്ക് എല്ലാത്തരം സിനിമകളും ചെയ്യാൻ അറിയാമെന്ന് ഞാൻ തെളിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. പക്ഷെ നിങ്ങളൊക്കെ പറഞ്ഞില്ലേ അടൂർ ഗോപാലകൃഷ്ണൻ, ഞാൻ ചോദിക്കുന്നു, എന്നെപ്പോലെ സിനിമ എടുക്കാൻ അടൂർ ഗോപാലകൃഷ്ണന് കഴിയുമോ? ഞാൻ കോമഡി ചെയ്തിട്ടുണ്ട്, കോമഡി സിനിമ എടുക്കാൻ അടൂർ ഗോപാലകൃഷ്ണന് കഴിയുമോ? ഇല്ലല്ലോ. അപ്പോൾ ഓരോരുത്തരെയും വെറുതെ വിടുക, ആരെയും നിങ്ങൾ എഴുതി തള്ളാതിരിക്കുക, ഓരോരുത്തരും കഴിവുകളുണ്ടെന്ന് മനസ്സിലാക്കുക. അങ്ങനെയുള്ള പ്രിയദർശനാണ് ഇവിടെ നിന്ന് ഹിന്ദിയിൽ പോയി വിലസി മലയാളികളുടെ മാനം കാത്തു നിന്നാലോചിക്കണം. പ്രിയൻ പഠിച്ചും വളർന്നുകൊണ്ടിരിക്കുക തന്നെയാണ്. അപ്പോൾ 100ാമത്തെ സിനിമയാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. എന്തായിരിക്കും അതിൽ പറയുക? അതിൻ്റെ വിഷയം എന്തായിരിക്കും? രാഷ്ട്രീയമായിരിക്കുമോ? കാഞ്ചീവരം ഒരു രാഷ്ട്രീയ സിനിമയായിരുന്നു. പക്ഷേ ഈ 100ാമത്തെ സിനിമ പറയുന്ന രാഷ്ട്രീയം എന്തായിരിക്കുമെന്ന് ആകാംക്ഷയോടെ ഇരിക്കുകയാണ് എല്ലാവരും. എന്തായാലും ഒരു നല്ല സിനിമ, രണ്ടുപേരും ചേർന്ന് നല്ല സിനിമ മലയാള സിനിമയ്ക്ക് നൽകട്ടെ. അതൊരു ഇന്ത്യൻ സിനിമയായി മാറട്ടെ.